നമസ്കാരം. മുള്ളുള്ള ചെടികൾ വീട്ടിൽ വെക്കാമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കാലത്തെയും പ്രിയപ്പെട്ട ചെടികളായ റോസും ബൊഗൈൻവില്ലയും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതല്ലേ? പൂവില്ലെങ്കിൽ ഇവ രണ്ടും വെറും മുൾച്ചെടികൾ തന്നെയാണ്. പറഞ്ഞു വരുന്നത് കാക്ടസുകളെ കുറിച്ചാണ്. ട്രിവാൻഡ്രം അഡീനിയംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാക്ടസ് പലർക്കും പ്രിയപ്പെട്ടതാവാൻ പല കാരണങ്ങളുണ്ട്. വളർത്താൻ എളുപ്പമുള്ളവയാണ്, മനോഹരമായ പൂക്കളുണ്ടാവുന്നവയാണ്, സുന്ദരവും സാധാരണമല്ലാത്ത രീതിയിലുള്ള വളർച്ചാ രീതിയുള്ളവയുമാണ് കാക്ടസ്. ഒരു ചെടിയെ കാക്ടസ് എന്നും ഒന്നിലധികം ചെടികളെ കാക്ടൈ എന്നുമാണ് വിശേഷിപ്പിക്കേണ്ടത്. കാക്ടൈ രണ്ട് തരമുണ്ട്: റെയിൻ ഫോറസ്റ്റ് കാക്ടൈ, ഡെസേർട്ട് കാക്ടൈ. ഇന്നത്തെ വീഡിയോയിൽ ഡെസേർട്ട് കാക്ടൈയുടെ കെയറും അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയുമാണ് പരിചയപ്പെടുത്തുന്നത്. കാക്ടസിന് നല്ല ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ്. പക്ഷേ നല്ല ശക്തിയേറിയ സൂര്യപ്രകാശത്തിൽ വെക്കാനും പാടില്ല. ശക്തിയേറിയ സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ സൺബേൺ ആകാനിടയുണ്ട്. ഇനി നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താണെന്ന് നോക്കാം. സക്കുലൻസിന് ഉപയോഗിക്കുന്ന പോലത്തെ പോട്ടിംഗ് മിക്സ് തന്നെയാണ് കാക്ടസിനും വേണ്ടുന്നത്. അതായത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളത്. ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് എന്താണെന്ന് കാണിക്കാം. കുറച്ച് മണൽ, കുറച്ച് വെർമി കമ്പോസ്റ്റ്, കുറച്ച് സിൻഡർ, കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. ഇവ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ വെള്ളമൊഴിപ്പിനെ കുറിച്ചാണ്. ഒരു കാര്യം ഓർക്കണം, പലരും പറയാറുണ്ട് സ്പ്രേ ചെയ്താൽ മതിയെന്ന്. സ്പ്രേ ചെയ്താൽ പോരാ. മറ്റെല്ലാ ചെടികളെയും പോലെ കാക്ടസും വെള്ളം വലിച്ചെടുക്കുന്നത് വേരുകളിലൂടെ തന്നെയാണ്. അതുപോലെ കാക്ടസിന് 2 ആഴ്ചയിലൊരിക്കൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതിയാകും. നനവ് ഒരുപാട് നീണ്ടു നിന്നാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ള ദിവസം രാവിലെയാണ് കാക്ടസിന് വെള്ളം ഒഴിക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം. അതിൽ ഏറ്റവും എളുപ്പമായ രീതി എന്ന് പറയുന്നത് കട്ടിങ് അല്ലെങ്കിൽ ഓപ്സെറ്റ് എടുക്കുന്നതാണ്. ഓപ്സെറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഈ കാക്ടസിന് ചുറ്റും ക്ലംസ് ഉണ്ടാകുമല്ലോ, ആ ക്ലംസിൽ നിന്ന് ഒരെണ്ണം അടർത്തി എടുക്കുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ നമുക്ക് പുറത്തേക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ടൊരു 10 ദിവസം ഉണങ്ങാൻ വയ്ക്കണം. ഈ ഉണങ്ങാൻ വയ്ക്കുന്നതിന് മുമ്പേ കുറച്ച് ഫംഗിസൈഡ് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം, അതായത് 10 ദിവസത്തിന് ശേഷം, കുറച്ച് മണൽ മാത്രം എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഈ കാക്ടസ് ഉണ്ടല്ലോ, ഇത് നേരെ ഇരിക്കാൻ മാത്രം ആഴത്തിൽ നട്ടു വയ്ക്കണം. നല്ല വെൻറ്റിലേഷനും നല്ല ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് വേണം വെക്കേണ്ടത്. ഈ സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ഒരാഴ്ചത്തേക്ക് വെള്ളവും ഒഴിക്കരുത്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളം ഒഴിച്ച് തുടങ്ങിയാൽ പിന്നീട് എല്ലാ ആഴ്ചയിലും, അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. പുതിയ വളർച്ച കണ്ടു തുടങ്ങിയാൽ നമുക്ക് പതുക്കെ കുറച്ചുകൂടി സൺലൈറ്റ് ഉള്ളിടത്തേക്ക് മാറ്റി വയ്ക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.